നമ്മളുടെ ഫേസും ബോഡിയും ഒക്കെ ഒരുപോലെ തിളങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണിക്കണത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനമാണ് നമ്മുടെ ഫേസിൽ കാണിക്കുക എന്ന് പറയുന്നത് കറക്റ്റാണ്. നമ്മൾ ഡയറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മെലിഞ്ഞ് കഴിയുമ്പോൾ നല്ല മുഖത്തൊക്കെ ഭയങ്കര ഭംഗി കുറഞ്ഞ് ക്ഷീണിച്ച് കളർ കുറഞ്ഞ് അങ്ങനെയാണ് ഇരിക്കുക. പക്ഷേ ഈ ഒരു ട്രിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നില്ല കേട്ടോ. നല്ല മാറ്റം ഉണ്ടായിരുന്നു. എല്ലാവരും ചോദിച്ചു എന്താ ചേച്ചി ക്ഷീണിച്ചെങ്കിലും കൂടി ഫേസിൽ മാറ്റമൊന്നും വന്നിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഞാനും യൂട്യൂബ് നോക്കി തന്നെ ചെയ്തതാണ്. നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങുന്നതാണ് എല്ലാവരും. ബീട്രൂട്ട് ക്യാരറ്റൊക്കെ നമ്മൾ വാങ്ങിക്കണത്. അതിൽ നിന്ന് ഓരോ കഷ്ണം എടുത്ത് വയ്ക്കുക. അതായത് നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടത് ഞാൻ ഒരുമിച്ചാണ് പ്രിപ്പയർ ചെയ്യുക. കാരണം എനിക്ക് അതിനുള്ള സമയം കിട്ടുള്ളൂ. എല്ലാ ദിവസവും അതെടുത്ത് പീൽ ചെയ്ത് അത് അരിഞ്ഞ് അതെടുത്ത് കഴുകി വെച്ച് അങ്ങനെ എനിക്ക് സമയം കിട്ടാറില്ല. എന്നിട്ട് ഇതുപോലെ ഐസ് ട്രേയിലാക്കി വെച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് കുടിക്കുകയാണ് ഞാൻ ചെയ്യുക. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്കത് സിലിക്കോണിൻ്റെ മോൾഡാണ്. ഇതെന്താ ഉപകാരം എന്നുണ്ടെങ്കിൽ വളരെ സ്ലോവിൽ അതിൻ്റെ ഐസ് അലിയുള്ളൂ കേട്ടോ. ഇതുപോലെ കണ്ട പീസാക്കി വെക്കുക. ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ നെല്ലിക്ക, 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. 2 നെല്ലിക്ക, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൽ പോംഗ്രനൈറ്റ് ഇടാം, ആപ്പിൾ ഇടാം, ഒക്കെ ഇടാം. എനിക്കങ്ങനെ ഡെയിലി അതൊന്നും കൊടുക്കാനായിട്ടുള്ള ഒരു അഫോർഡ് ചെയ്യാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. പക്ഷേ നല്ല എഫക്റ്റാണ്. നമ്മുടെ ഫേസിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. ഫേസിലും ചുണ്ടിലും നല്ല മാറ്റം വരും കേട്ടോ. നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ഇങ്ങനെ ചെറിയൊരു കഷ്ണം, വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് ഇത് മൊത്തത്തിൽ നമ്മൾ നല്ലപോലെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ചാറ് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഐസ് ട്രേ മാറ്റി വയ്ക്കുക. ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിലും ബാക്കി ഏതെങ്കിലും മാറ്റി വെച്ചിട്ടുള്ള ഐസ് ട്രേ ആയാലും മതി. ഞാൻ എൻ്റെ ഐസ് ട്രേയിൽ തന്നെയാണ് ഒഴിക്കുക കേട്ടോ. സിലിക്കോണിൻ്റെ മോൾഡ് നല്ലതാണ്. കാരണം കുറേ നേരം എടുക്കുക അലിയാനായിട്ട്. സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ വെച്ച് കഴിഞ്ഞാൽ വേഗം അലിഞ്ഞ് കിട്ടും. അങ്ങനെയല്ലേ, വേഗം അലിഞ്ഞത് വെള്ളം പോലെയാവും. പക്ഷേ ഇത് കുറേ സമയം എടുത്തിട്ടാണ് അലിയുള്ളൂ. ഐസ് ആവാനും സമയമെടുക്കും, അതുപോലെ തന്നെ അലിയാനും സമയമെടുക്കും. ഇതുപോലെ അരിച്ചു വയ്ക്കുക. അരിച്ചു വയ്ക്കാതെ കുടിക്കണതും നല്ലതാണ്. കാരണം അതിൻ്റെ ഫൈബറൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നതാണ് പറയുക. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് പറ്റാത്തത് കൊണ്ട് ഞാനിത് ഫുള്ള് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് മാത്രമേ എടുക്കുകയുള്ളൂ. അതങ്ങനെ ഐസ് ട്രേയിലാക്കി വെച്ച് അതാത് ദിവസത്തേക്ക് എടുക്കുകയാണ് ചെയ്യാട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിൽ ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഫേസ് ഇങ്ങനെ ഡള്ളാവണു, ഫേസിലൊന്നും ഒരു പ്രത്യേകത തോന്നുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് കറക്റ്റായിരിക്കും. ഒരു 7 ഐസ് ക്യൂബ്, ഇതുപോലെ ഒരു ഐസ് ക്യൂബ് എടുക്കുക, ഇങ്ങനെ വെള്ളത്തിലിടുക. രാവിലെ എണീക്കുമ്പോൾ ഞാൻ ചൂടുവെള്ളമൊന്നുമല്ല, നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലിടണു. എന്നിട്ട് അതൊന്ന് അലിയുമല്ലോ, അലിഞ്ഞു കഴിയുമ്പോൾ അത് കുടിക്കുകയാണ് ചെയ്യുക. ജസ്റ്റ് അത് ഇങ്ങനത്തെ ഐസ് ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സമയം എടുക്കണ പോലെ തോന്നണേ. നിങ്ങൾ മറ്റേ സാധാരണ നമ്മുടെ ഐസ് ക്യൂബൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം അലിയും. നല്ല വ്യത്യാസമാണ് കേട്ടോ. ഫേസ് അങ്ങോട്ട് ചേഞ്ച് ആവണത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. എന്നിട്ട് കുടിക്കുക. രാവിലെ വെറും വയറ്റിലാണ് ഞാൻ ഈ ഒരു ഡ്രിങ്ക് കുടിക്കണത്. അത് ഒരു 2 ആഴ്ചയാണ് ഞാൻ അടുപ്പിച്ച് കുടിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് ഫേസിൽ തോന്നി തുടങ്ങി. ആ ഒരു ഡൾനെസ് ഒക്കെ പോയി. സെയിൻമോൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോൾ മുഖമൊക്കെ ആകെ വാടിക്കുറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഫേസിലൊക്കെ ഭയങ്കര ചേഞ്ച് തോന്നി. അപ്പോൾ ഇത് നിങ്ങളിൽ എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്യണമെന്നാണ്. വലിയ പൈസ ചിലവൊന്നുമില്ല, പക്ഷേ നല്ല ചേഞ്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ബ്യൂട്ടി ടിപ്പായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.